അവള് തന്നെയാണോ ഇവളെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി வைத்த ഓலை അത് நல்லவர்க்கு வாழ்வு வரும் நாளை. நீயோ ஒரு அல்லி, பார்வையிலே ஒல்லி, ஆனா நீ ஒரு கள்ளி, நானோ ஒரு புள்ளி. எங்கிட்ட மோதனே நீ போக வேண்டியது பள்ளி. बदतमीज, नादान, बेवकूफ लड़की, ज्यादा होशियार बनने की कोशिश मत करना, वरना ये गोली तुम्हारे सीने के पार होगा, समझे? ಈ ಎನ್ನಗೊಂಡು ನಾ ಮೋಹಗೊಂಡು ಮನಹಿಗೆ ಹೂವಾಯಿತು. ಬಾಳಲ್ಲಿ ಮುಗಿಲಿ ಕಂಡ ಕನವಿರು ಕುಣಿವೆಂದ ನಮಗಾಗಿದು. కంజికి పోన మంజానికి కాలు నాలుగు కాసికి పోయిన కర్మ తొలగదు. നീ അല്ലടി പോകലു, ഞാനില്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട്? വട്ട് നിന്റെ തന്തയ്ക്കടി സീമക്കൊക്കെ. അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാൽ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില കടന്ന അച്ഛൻ. അതെ, ആന്ധ്രയിലെ ഇപ്പൊ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമില്ല, അതിനിപ്പോ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്, ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സലല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ? നൈ, मैं सच बोल रही हूँ. വായി പൊളിച്ച് നിൽക്കാതെ കൊച്ചിന് പാലെടുത്ത് തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ എല്ലാവരും. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ. ഇതാണ് ഒറിജിനൽ. ശത്രു പിടിയാളെ ഈ വയസ്സിനെ ഓടിപ്പിക്കരുത്. എന്റെ തലയിൽ വീഴാൻ പോണു. ഓ അയ്യോ, ആളുകളൊക്കെ എന്നെ കൊത്തി കൊല്ലണേലും മുമ്പ് എന്നെ രക്ഷിക്കണ. എന്തിനാ പിടിക്കാൻ പോയ? ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി. അയ്യോ, ആള് മാറിയതാളാ. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവങ്കോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തന്മാരി. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി, ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരുടെ മുണ്ടും പറത്തിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി. അവർ ചെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാളെ മറക്കാൻ അരക്കപ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, എന്തത്
ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ആഹാ, ഞാൻ വിചാരിച്ചെന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണെന്ന്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ വിളിച്ചോ, ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. നീ ഇത്രയും കാലം ദുബായിലായിരുന്നുള്ള ദുബായിൽ കഴിഞ്ഞ ഫ്ലൈറ്റിനല്ലേ ലാൻഡ് ചെയ്തത്. അളിയാ ഹായ്. അളിയന്റെ കണ്ണന്റെ പുളിസ പോലെ ഇരിക്കണേ. നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനത്തെ എന്തെങ്കിലും എടുത്തു നോക്കൂ. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല. ആരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞിട്ടില്ലേ ആരാ വന്നേക്കണേ? നോക്കണേ. ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ചെക്കൻ പോടാ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, ഇതെവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ? അയ്യേ മാഷേ, ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേനുമാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അവനൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉണ്ണിയെ കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ ഉണ്ണേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. അതിന് കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയണ ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് തിന്നപ്പോ നൂല്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറും അച്ഛൻ പോടാ. സാറേ സാറേ കല്യാണം, സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ നിർത്താനല്ലോ പറഞ്ഞത്. കല്യാണം. സാറേ സാറേ എന്താണോ സാറേ സാറേ സാമ്പാർ ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരണ്ടാണ്.
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. നിനക്കൊന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പൊക്ക പൊക്ക. അമ്പാളെ എന്തൊരു ബഹളായിരുന്നല്ലേ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തല കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശാമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്താണ് മറ്റുള്ളവരുടെ കൂടെ പോണ കണ്ടത്? നടക്കുമ്പോ നിന്റെ മനസ്സിലിരിപ്പ് ഇതാർന്നല്ലേ? ഒരു വലിക്കാരൻ വലി. അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞ എനിക്ക് വല്ലതും മനസ്സിലാവും. നീ വിചാരിക്കണത് എനിക്ക് മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്ക് മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട പൊട്ടം കളിക്കല്ലേ. കൺമഷി, ചാന്തുപൊട്ട, ലിപ്സ്റ്റിക്, വെപ്പുമുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ, വെപ്പുമുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, സാരികൾ എടുത്തോണ്ട് പോ. 70 കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ എന്താ വേണോ?